ഞാൻ വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ നിന്ന് മാറിപ്പോകുന്ന നിമിഷത്തിൽ തന്നെ കർത്താവ് നമ്മളെ മടക്കി വരുത്തുവാനുള്ള ആഹ്വാനവും നൽകുന്നു. ഒരുപക്ഷെ പ്രവചന വാക്കുകളായിരിക്കാം, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ചില ആലോചനകളായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് നേരിട്ട് ഇടപെടുന്നതായിരിക്കാം. എന്താണെങ്കിലും അതിനോടുള്ള പ്രതികരണം ഇല്ലാതെ വരുമ്പോൾ, എപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മെ അവൻ്റെ വചനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് മടക്കി വരുത്തേണ്ടതിന് ദൈവം ചില ദുരന്തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അയച്ചു തന്നിരിക്കാം. അങ്ങനെ ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ദൈവസന്നിധിയിൽ ഗ്യാദർ ചെയ്യുകയാണ്, കരയാൻ വേണ്ടി. അവിടെ നമ്മൾ പല കാര്യങ്ങൾ കണ്ടു. വ്യക്തിപരമായി നമുക്ക് അനുതപിച്ച് കരയാം. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ അവസ്ഥകളെ നോക്കി നമുക്ക് അനുതപിച്ച് കരയണം. വരാൻ പോകുന്ന നമ്മുടെ ഡിസാസ്റ്റർ നോക്കി നമ്മൾ അലറി കൂവി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരണം. പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് സംഭവിക്കാവുന്ന ദുരന്തം എന്താണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരണം. എന്നാൽ അതിനെയെല്ലാം അതിശയിക്കുന്നതായ ഒരു കാര്യമാണ്, ദൈവ സാന്നിധ്യത്തിൽ അവൻ നമ്മുടെ ആത്മ മണവാളനാണെന്നുള്ള തിരിച്ചറിവിൽ അവൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയുന്നില്ലെങ്കിൽ രട്ടെടുത്ത് വിലപിക്കുന്ന ഒരു കന്യകയെപ്പോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയേണ്ടത് ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും വൈധവ്യത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന സഭയോടുള്ള യോവേൽ പ്രവാചകൻ്റെ ദൂത് അതാണ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ നിന്റെ മണവാളനായി കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ, അറിയാൻ കഴിയുന്നില്ലെങ്കിൽ, ഇസ്രായേൽ ജനത പറഞ്ഞ ആ വാക്കുകളെങ്കിലും നിങ്ങൾ ഓർക്കണം. ദോഷകരമായ ഈ വാക്ക് കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ദൈവം നൽകുന്ന എല്ലാ നന്മകളും ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഒഴികെ ബാക്കി എല്ലാം അവർക്ക് ദൈവം പ്രോമിസ് ചെയ്തിട്ടും അത് ദോഷകരമായ വചനമാണെന്ന് തിരിച്ചറിയുവാനുള്ള ബുദ്ധി വിഗ്രഹാരാധികളായ ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പലപ്പോഴും ദൈവം നമുക്ക് നൽകുന്നതിനെ മാത്രം കണ്ടുകൊണ്ട് അതിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീണുപോയിരിക്കുകയാണ്. അത് നമ്മുടെ പിന്മാറ്റമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ദൈവ കൃപയുടെ, അല്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിന് താഴെയാണെങ്കിൽ അത് നമ്മുടെ പിന്മാറ്റമാണെന്നറിഞ്ഞ് കർത്താവിനെ ആത്മമണവാളനായി തിരിച്ചറിയുന്ന, അനുഭവിക്കുന്ന, നമുക്കെല്ലാം ബുദ്ധിയിൽ തന്നെ അറിയാം, പക്ഷെ അനുഭവിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് മടങ്ങി വരാൻ കഴിയുന്നില്ലെങ്കിൽ രട്ടെടുത്ത് ആഘോഷങ്ങൾക്കൊരു മൊറട്ടോറിയം പ്രഖ്യാപിച്ച് വലിയ കരച്ചിലോടുകൂടെ ദൈവസന്നിധിയിൽ വരണം എന്നുള്ളത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറ്റം ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് ബി അഷെയിംഡ്, നമ്മൾ ലജ്ജിക്കുക. നമ്മുടെ കഴിഞ്ഞ കാല തെറ്റുകളെ ഓർത്ത് നമ്മൾ ലജ്ജിക്കുക. അതിനുശേഷമാണ് നമ്മൾ ഗ്യാദർ ചെയ്യാനായിട്ട് പറയുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമ്മുടെ സഭയുടെ പ്രതിസന്ധി എന്താണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഒരു പൂർവീകരണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി നിലവിളിക്കുന്ന ഒരു സ്റ്റേജ്. ആരൊക്കെയാണ്? എല്ലാവരും, സഭയിലെ എല്ലാവരും. ചില ആളുകൾ മാത്രമല്ല, കൂലിക്ക് കരയുന്ന കുറച്ച് പ്രവാചകന്മാരോ അല്ലെങ്കിൽ പ്രാർത്ഥനക്കാരോ അല്ല ആവശ്യമായിരിക്കുന്നത്. ഇതിൻ്റെ വിക്ടിംസ് ആരാണ്? ഇതിൻ്റെ വിക്ടിംസ് ആരാണോ അവരെല്ലാവരും നമ്മൾ കൂടി വന്ന് വേറെ യാതൊരു അജണ്ടയും ഇല്ലാതെ ഒറ്റ അജണ്ട മാത്രം. എന്ത്? നമ്മൾ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാനിലല്ല. നമ്മുടെ സഭ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പിന്മാറ്റത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. പല സഭകൾക്കും അതിൻ്റെ അന്തിമ സ്റ്റേജിലാണ്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ സമയത്ത് തന്നെ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യണം. ഇപ്പോൾ ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ സഭയ്ക്ക് പറ്റിയിരിക്കുന്ന ആ പൂർവീകരണത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ഏറ്റവും ചെറിയ പിന്മാറ്റത്തെ പോലും ചികിത്സിച്ച് ഭേദമാക്കുവാനുള്ള സമയമാണത്. എല്ലാവരും, മുല കുടിക്കുന്നവരും, ബാലന്മാരും, മണവാളനും മണവാട്ടിയും പുരോഹിതന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ തക്കവണ്ണം. അവിടെ നമ്മുടെ ആശ്രയം നഷ്ടപ്പെട്ടു പോകുന്ന നിലവിളിയാണ്. അതായത് നമുക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിലവിളിക്കുന്നത്. അതുപോലെ ഈ സഭയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പിന്മാറ്റത്തിൻ്റെ കാര്യത്തിൽ നമുക്കെതിരെ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ശിക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ നിസ്സഹായരാണ്. ഇവിടെ പ്രവർത്തിക്കേണ്ടത് ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. അതുകൊണ്ട് കർത്താവിനോട് പറയാണ്, കർത്താവേ, ഞങ്ങളുടെ പിന്മാറ്റത്തെ നീ ചികിത്സിച്ച് ഭേദമാക്കണം, ഞങ്ങൾ മടങ്ങി വരാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. മുന്നിലുള്ള ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ അടുത്തതായി യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുടനീളം കാണുന്ന ഒരു വാക്ക് ആണ് യഹോവയുടെ ദിവസം എന്ന് പറയുന്നത്. യോവേൽ പ്രവാചകനോട് ഏതാണ്ട് സമാനതയുള്ള ഒരു പ്രവാചകനാണ് സെഫന്യാ പ്രവാചകൻ. സെഫന്യാവിൻ്റെ പ്രവചനത്തിലും ഇതുപോലെ കൂടി വരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങളുണ്ട്.
അവിടെ പറയുന്ന ദൈവം സകല ജനതകളെയും നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടി വരിക, കൂടി വരിക, കൂടി വരിക എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് മലയാളത്തിൽ പറഞ്ഞിരിക്കുക സെഫന്യാവിൻ്റെ പുസ്തകത്തിലെ വാക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലിനതകൾ പെറുക്കിക്കളയാനായിട്ട് നിങ്ങൾ കൂടി വരിക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ ധാന്യത്തിലെയും മറ്റും കല്ല് പെറുക്കി പാറ്റിക്കളയുന്ന പോലെ, സിഫ്റ്റ് ചെയ്യുന്നത് പോലെ, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മുടെ മലിനതകൾ പെറുക്കിക്കളയാനായിട്ട് നമുക്കൊരു കൂടിവരവ് ആവശ്യമാണ്. എന്തിനാണ്? ആ മലിനതകളോടുകൂടെ ഉള്ള ഒരു സഭയിലേക്ക് ദൈവത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ മലിനതകളെ പെറുക്കിക്കളയാനായിട്ട് വരാൻ പോകുന്ന കർത്താവിൻ്റെ ദിവസം, യഹോവയുടെ ദിവസം, അതാണ് നമ്മൾ 15-ാമത്തെ വാക്യത്തിൽ ചാപ്റ്റർ 1:1, ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. ദാറ്റ് ഡേ, ആ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്. ഈ യോബേൽ പ്രവചനത്തിലെ പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. 2-ാം അധ്യായം തുടങ്ങുന്ന അങ്ങനെയാണ്: സിയോനിൽ കാഹളമൂതുവിൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ, യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ട് അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. കർത്താവിൻ്റെ ദിവസം എന്നുള്ളത് ഓൾഡ് ടെസ്റ്റമെന്റിലെയും പുതിയ നിയമത്തിലെയും അല്ലെങ്കിൽ വേദപുസ്തകത്തിലുടനീളം പ്രവാചകന്മാരുടെ കാലഘട്ടം മുതൽ സ്പെസിഫിക് ആയിട്ട് എംഫസൈസ് ചെയ്യുന്ന ഒരു വാക്കാണ് കർത്താവിൻ്റെ ദിവസം. അതിൻ്റെ നമുക്ക് വിശാലമായി മനസ്സിലാക്കാൻ യെശയ്യാവിൻ്റെ പ്രവചനം 61-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഐസയാ ചാപ്റ്റർ 61 അതിൻ്റെ 61-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു, ഹൃദയം തകർന്നുകരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതർക്ക് വെണ്ണിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ ഈ വേദഭാഗം നമ്മളൊരു പക്ഷേ പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ യോബേലിൻ്റെ പ്രവചനത്തിലെ അതിനുശേഷം ഞാൻ സർവ്വജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറയുന്ന വാക്ക് പുതിയ നിയമത്തിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്നതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇതേപോലെ തന്നെ ഈ വാക്യവും പുതിയ നിയമത്തിൽ നിന്നാണ് കൂടുതൽ നമ്മൾ കേട്ടിരിക്കുന്നത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് നസറത്തിലെ അവൻ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് എന്താണ്, അവിടുത്തെ ദേവാലയത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ സിനഗോഗിൽ അവൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ യെശയ്യാവിൻ്റെ ചുരുൾ അവന് വായിക്കാൻ കൊടുത്തു. ചുരുൾ വായിക്കാൻ കൊടുത്തപ്പോൾ ചുരുൾ വായിക്കുന്ന അവൻ്റെ ചോയ്സ് അല്ല, പക്ഷേ അവിടെ വായിക്കാൻ അവന് കിട്ടിയതായ പാസേജ് എന്താണ്? യെശയ്യാവിൻ്റെ ചുരുളിലെ ഈ 61-ാം അധ്യായം. അത് വായിച്ചിട്ടാണ് കർത്താവ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ കർത്താവ് അവിടെ വായിച്ചപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി. ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത്. ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. അവിടെയും കർത്താവ് പറയുന്നത് ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വേണ്ടി പകരം. അവിടെ ഈ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴത്തേക്ക് യേശു കർത്താവ് അത് വായിക്കുന്നത് 18-ാം വാക്യം മുതൽ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. എന്താ ഇതിനകത്തെ ഡിഫറൻസ്? പ്രതികാര ദിവസത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നില്ല. ശ്രദ്ധിച്ചോ? പ്രതികാര ദിവസത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നില്ല. അത് കർത്താവ് പറയാത്തത് പഴയ നിയമത്തിൽ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. കർത്താവ് അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ വന്നത് പ്രസാദ വർഷം പ്രസംഗിക്കാനാണ്, പക്ഷെ ഇനി വരുന്നത് പ്രതികാര ദിവസം പ്രസംഗിക്കാനല്ല, പ്രതികാര ദിവസവുമായിട്ടാണ് ഞാൻ അടുത്ത വരവ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള വാക്ക് ഉദ്ധരിക്കുമ്പോൾ ഒരു വാക്ക് കർത്താവ് കുറച്ച് പറഞ്ഞത് വേദപുസ്തകത്തോട് കുറയ്ക്കുന്ന ഈ വചനത്തോടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ, അവൻ കള്ളനാണ്. പക്ഷേ കർത്താവ് അവിടെ കൂട്ടുകയും കുറയ്ക്കുകയൊന്നുമല്ല. കർത്താവിൻ്റെ 2 വരവുകളിലെ വ്യത്യസ്തത അവിടെ കർത്താവ് എടുത്തു കാണിക്കുകയാണ്. കർത്താവ് ഒന്നാമത് വന്നത് ദൈവത്തിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കാനാണ്. 2ാമത് വരുന്നത് അവൻ്റെ പ്രതികാര ദിവസം നടപ്പിലാക്കാനാണ്. മശീഹയുടെ ഈ 2 വരവുകളെക്കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർക്കെല്ലാം ഭയങ്കര കൺഫ്യൂഷൻ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ആത്മാവിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ദൈവത്തിന് ഒരു പ്രസാദ വർഷമുണ്ട്, അതേസമയം ഒരു പ്രതികാര ദിവസമുണ്ട്. ഇത് 2 ഒരുമിച്ച് കൊണ്ടുവരുമെന്നാണ് അവർ പലപ്പോഴും ചിന്തിച്ചിരുന്നത്. അത് അവർക്ക് മനസ്സിലായില്ല. അത് കാണാതെ വന്നപ്പോൾ ശരിക്കും യോഹന്നാൻ സ്നാപകൻ
ഇടയ്ക്ക് ഔട്ട് ഓഫ് സിലബസ് ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. യോഹന്നാൻ സ്നാപകൻ കർത്താവിൻ്റെ അടുത്ത് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നുണ്ട്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? അപ്പം നമുക്ക് സ്വാഭാവികമായ സംശയം ഉണ്ടാകും, ഇത്രയും വ്യക്തമായിട്ട് യേശുവാണ് വരാനുള്ളവൻ എന്ന് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി കൊടുത്ത യോഹന്നാൻ അല്ലേ, എന്തുകൊണ്ടാണ് യേശു അവൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേക സമയത്തെത്തിയപ്പോൾ വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമെന്ന് ചോദിക്കാൻ കാര്യം? ചിലപ്പോൾ ആളുകൾ പറയും തടവിലായിരുന്നവനെ വിടുവിക്കാൻ അങ്ങോട്ട് ചെല്ലാഞ്ഞിട്ടാണെന്ന്. അതല്ല ഇതിനകത്തെ അർത്ഥം. അതൊന്നും പേടിയുള്ള ആളൊന്നുമല്ല. ആര്? യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ ഇതേപോലെ യോഹന്നാൻ സ്നാപകൻ പഴയ നിയമ കാലഘട്ടത്തിൻ്റെ അവസാനത്തെ പ്രവാചകനാണ്. ഹി വാസ് ദ ലാസ്റ്റ് പ്രോഫറ്റ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് ടൈംസ്. ഓൾഡ് ടെസ്റ്റമെന്റ് ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ കാലഘട്ടത്തിലല്ല, അവൻ പുതിയ നിയമ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിലും അവൻ്റെ ജീവിതവും പ്രവചനവും എങ്ങനെയുള്ളതായിരുന്നു? ആസ് ആൻ ഓൾഡ് ടെസ്റ്റമെന്റ് സെയിന്റ് ആണ്. ഒരു പഴയ നിയമ വിശുദ്ധനായ ഒരു പ്രവാചകനാണ് ശരിക്കും പറഞ്ഞാൽ ആര്? യോഹന്നാൻ സ്നാപകൻ. അവൻ പ്രസംഗിച്ചതിനകത്തെ എംഫസിസ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവുമാണ്. ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെയും വെട്ടി തീയിൽ ഇട്ട് ചുട്ടുകളയും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ ചുറ്റും വെടിപ്പാക്കി, അവൻ്റെ കോതമ്പിനെ അവൻ കളപ്പുരയിലേക്ക് കയറ്റും, അതേസമയം ഷാഫ് അല്ലെങ്കിൽ പതിർ എല്ലാം അവൻ കിടാത്ത തീയിൽ ഇട്ടുകളയും. യോഹന്നാൻ പ്രസംഗിച്ചത് മുഴുവൻ പ്രതികാര ദിവസത്തെക്കുറിച്ചാണ്. പക്ഷേ യേശു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് യേശുവിൻ്റെ പ്രസംഗം എന്നാണെന്നറിയാമോ? പ്രസാദവർഷമാണ്. അവൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തോട്ടക്കാരൻ പറയുകയാണ് ഈ വൃക്ഷത്തെ വെട്ടിക്കളാ, കാര്യം ഇത് എത്ര നാളായിട്ട് കായ്ക്കുന്നില്ല, അതുകൊണ്ട് നീ വെട്ടിക്കള, വെറുതെ നിലത്തിന് എന്തിനാ വളം നഷ്ടപ്പെടുത്തുന്നത്, അവിടെ വേറെ എന്തെങ്കിലും നടാവല്ലോ. ഉടനെ യേശു എന്നിട്ട് പറയാണ്, അല്ല ദൈവമേ കർത്താവേ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഞാനതിന് കിളച്ചോളാം, ഞാനിതിന് വളമിടാം, ഞാനിതിന് പരിപാലിക്കാം, ശുശ്രൂഷിക്കാം, ഒരു പക്ഷേ കായ്ച്ചാലോ. ഇതാണ് യോഹന്നാൻ സ്നാപകനും യേശുവും തമ്മിലുള്ള വ്യത്യാസം.